എല്ലാവർക്കും സൈറാ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് പേപ്പറിലെ ആൻസേഴ്സ് ഒക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും നമ്മളതൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടി പോവാണ്, എങ്ങനെയാണ് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? 4/5 പ്ലസ് 5/4 പ്ലസ് 1/5 പ്ലസ് 3/10 പ്ലസ് 5/4 എല്ലാം കൂടെ കൂടണം. നിങ്ങൾക്കറിയാം, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ, അതായത് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു വന്നാൽ, രണ്ട് ഭിന്നസംഖ്യകളാണ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള മെത്തേഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. രണ്ടിൽ കൂടുതൽ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് LCM മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെ. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ 4ന്റെയും 5ന്റെയും ഡിനോമിനേറ്റേഴ്സിന്റെ LCM കാണണം അല്ലെ. ഇവിടെ ഏതാണ് ഡിനോമിനേറ്റർ? 4ഉം 5ഉം, പിന്നെ 4ഉം ആണ് വരുന്നത് അല്ലെ. 4, 5 again 4 വരുന്നത്. അപ്പൊ 4 എടുത്താൽ മതി. 4, 5, 10 എന്ന് പറയുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാം. LCM എങ്ങനെ കണ്ടുപിടിക്കാം? പഠിച്ചിട്ടുണ്ട്. LCM is always equal to or greater than the largest number അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും എപ്പോഴും LCM നമുക്കറിയാം. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? ആണോ LCM എന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ബാക്കി രണ്ട് സംഖ്യകളുടെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നുണ്ടോ നോക്കും. അപ്പോ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരില്ല അല്ലെ. ഒരു 4, 4, 24, 8 അല്ലേ വരുന്നത്? അത് വരില്ല. 3, 4, 12 വരുന്നത് അല്ലെ. 10 വരുന്നില്ല. അപ്പൊ ഇങ്ങനെ 10 കഴിഞ്ഞാൽ 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കി 20 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 4 × 5 20 വരുന്നുണ്ട്. 5 × 4 20 വരുന്നുണ്ട് അല്ലെ. LCM ഓഫ് 4, 5, 10 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലെ. അപ്പൊ LCM 20 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ പണി എന്താ? 5/4 പ്ലസ് 1/5 പ്ലസ് 3/10 5/4 ഇതാണല്ലോ കൂട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അടുത്തായിട്ട് ചെയ്യേണ്ട പരിപാടി നമ്മൾ ഈ എല്ലാ ഡിനോമിനേറ്ററിനെയും 20 ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 4നെ 20 ആക്കണമെങ്കിൽ 5 കൊണ്ട് ഗുണിക്കണം. അതേ 5 വെച്ച് നമ്മൾ മുകളിലും ഗുണിച്ചു. 5നെ 20 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. അതേ 4 വെച്ച് നമ്മൾ മുകളിലും ഗുണിച്ചു അല്ലെ. 10നെ 20 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അതേ 2 വെച്ച് നമ്മൾ മുകളിലും ഗുണിച്ചു. 4നെ 20 ആക്കണമെങ്കിൽ 5 കൊണ്ട് ഗുണിക്കണം. അതേ 5 വെച്ച് നമ്മൾ മുകളിലും ഗുണിച്ചു. എന്താ വരിക? 5 × 5 25 4 × 5 എത്ര വരിക? 20. 1 × 4 4 ഡിവൈഡഡ് ബൈ 5 × 4 20 കിട്ടി അല്ലെ. പ്ലസ് 3 × 2 6 ഡിവൈഡഡ് ബൈ 10 × 2 എത്ര? 20 കിട്ടി. പ്ലസ് 5 × 5 again 25 കിട്ടി ബൈ 4 × 5 20 കിട്ടി. നോക്കൂ, എല്ലാ ഡിനോമിനേറ്ററും 20 ആണ് അല്ലെ. ആ ഡിനോമിനേറ്റർ 20 എന്നുള്ളത് നമ്മൾ താഴെ എഴുതി. എന്നിട്ട് മുകളിലെ ഇതിങ്ങനെ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക അല്ലെ. ഇവിടെ ആഡ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ ആഡ് ചെയ്ത് എഴുതാം, മൈനസ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ മൈനസ് ചെയ്ത് എഴുതാം. അപ്പൊ 25 പിന്നെ പ്ലസ് 4 അല്ലെ. 25 പ്ലസ് 4 പ്ലസ് അടുത്തും പ്ലസ് തന്നെയല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ വീണ്ടും പ്ലസ് 8 പ്ലസ് 6 പിന്നെ അടുത്തും പ്ലസ് തന്നെയാണ് 25. എല്ലാം കൂടെ കൂടുമ്പോൾ എത്ര കിട്ടും നോക്കി? 25 50 50 പ്ലസ് 4 54 54 6 എത്ര വരും? 60/20 എന്ന് വരും. അപ്പൊ നമുക്കറിയാം 0 0 വെട്ടിപ്പോവും. 6/2 എത്ര വരിക? 6 ൽ 2 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? ഫൈനൽ ആൻസർ ഓപ്ഷൻ B 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 2/5 3/5 4/5 1/5. നമുക്കറിയാം ഫ്രാക്ഷൻസിൽ എന്ത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ചെറുതായിട്ടുള്ളതായിരിക്കും. ഏറ്റവും ചെറുത് ന്യൂമറേറ്റർ വലുതായിട്ടുള്ളത് ഏറ്റവും വലുതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം 5 5 5 5 തന്നെയാണ്. എല്ലായിടത്തും 5 തന്നെയാണ്. ന്യൂമറേറ്ററിലേക്ക് മാത്രം നോക്കും. ചെറിയ ന്യൂമറേറ്റർ ഉള്ളത് ചെറിയ ഫ്രാക്ഷൻ, വലിയ ന്യൂമറേറ്റർ ഉള്ളത് വലിയ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഏതാണ് ഇവിടുത്തെ ചെറിയ ന്യൂമറേറ്റർ? ഇവിടെ നോക്കൂ, 1/5 ആണ് ഏറ്റവും ചെറുത് അല്ലെ. 1/5 ആയിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും ചെറുത്. ഇവിടെ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ അത് 4/5 ആയിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളതാണ് അല്ലെ. ഇവിടെ എന്താണ് പ്രത്യേകത? ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ന്യൂമറേറ്റേഴ്സ് എല്ലാം 5 5 5 5 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൽ വലുത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കും വലിയ ഫ്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ന്യൂമറേറ്റർ വലുതായിട്ടുള്ളത് വലിയ ഫ്രാക്ഷൻ, ന്യൂമറേറ്റർ ചെറുതായിട്ടുള്ള ചെറിയ ഫ്രാക്ഷൻ എന്നാ പഠിച്ചത്. നേരെ തിരിച്ച് ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ വലുതായിട്ടുള്ളത് ചെറിയ ഫ്രാക്ഷൻ, ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ളത് വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഏറ്റവും വലുത്? ഡിനോമിനേറ്റർ ചെറുതായിരിക്കണം അല്ലെ. ഡിനോമിനേറ്റർ ചെറുതായിട്ടുള്ള ഇവിടെ ഏതാണ്? 5/7 ആണ്. 5/9 5/8 5/11 നോക്കി അതിനേക്കാൾ വലുതായിരിക്കും. ഇവിടുത്തെ അതിനേക്കാൾ ചെറുതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും ചെറുത് ഏതായിരിക്കും?
ചെറുത് 5/11 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു again find the smallest fraction ആണ് അല്ലെ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. 4/7, 5/9, 3/8, 7/9 എല്ലാം അവിടെ ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ന്യൂമറേറ്ററും ഡിഫറെന്റ് ഡിനോമിനേറ്ററും തരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ രണ്ടെണ്ണത്തിന് എടുക്കുന്നു, 4/7, 5/9 എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് 4 × 9, 9 എത്ര വരിക? 36 എന്നിവിടെ എഴുതുന്നു. അടുത്ത 7 × 5, 35 എന്നും എഴുതുന്നു. ഓക്കെ, നമ്മൾ ആലോചിക്കുന്നു 36 ആണോ 35 ആണോ വരുന്നത്? ഓക്കെ, 4 × 9 36. അതായത് ആദ്യത്തെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ച് ആദ്യത്തിന് താഴെയും, അതായത് ന്യൂമറേറ്റർ ഏതിന്റെയാണോ എടുക്കുന്നത് അതിന് താഴെയായിട്ട് ഇതിന്റെ വാല്യൂ ഇടുക. 7 × 5 ഗുണിക്കുമ്പോൾ ന്യൂമറേറ്റർ ഏതിന്റെ എടുത്തിരിക്കുന്നത്? 5/9 ആണ് അല്ലെ. അപ്പൊ 7 × 5 35 എന്നത് 5/9 താഴെ എഴുതി. ഇവിടെ നോക്കാം 36 ആണോ 35 ആണോ? ഇവിടെ നമ്മുടെ ചോദ്യം എന്താ? സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ ഇവിടെ 36 ആണോ 35 ആണോ ചെറുത് നോക്കും. ചെറുത് 4/7 5/9 5/9 ആയിരിക്കും ചെറുത്. അപ്പോ ഏതല്ല? 4/7 അല്ല ഏറ്റവും ചെറുത് എന്നുള്ളത് ക്ലിയറായി. കാരണം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 5/9 4/7 ചെറുതാണ്. 5/9 ആണ് ഇതിൽ രണ്ടിലും ചെറുത്. നമ്മൾ അടുത്ത് എന്ത് നോക്കി? 5/9 3/8 എടുത്ത് നോക്കി. ഇതിൽ ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കാം. 5 × 8 40 എന്ന് കിട്ടി. 9 × 3 27 എന്ന് കിട്ടി. ആദ്യത്തിന്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ച് ആദ്യത്തിന് താഴെ എഴുതി. രണ്ടാമത്തിന്റെ ന്യൂമറേറ്ററിനെ ആദ്യത്തിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ച് രണ്ടാമത്തിന് താഴെ എഴുതി അല്ലേ. അപ്പൊ ഇതിന് ഏറ്റവും ചെറുത് ഏതാ? 27 ആണ്. 27 മീൻസ് 5/9 അല്ല, നമുക്ക് ഏറ്റവും ചെറുത് 3/8 ആണ്. സോ 5/9 നമുക്ക് കിട്ടിയാം. ഇനി 3/8 7/9 ആണ് അല്ലെ. നമ്മൾ അടുത്ത് എന്ത് നോക്കി? 3/8 7/9 ഏറ്റവും ചെറുത് ഏതാണ് നോക്കി. കാരണം 5/9 3/8 എടുക്കും. 5/9 വലിയ 3/8 ചെറുത് എന്നുള്ള കിട്ടി. അപ്പൊ പിന്നെ ഏറ്റവും ചെറുത് 5/9 ഒരിക്കലും ആവില്ലല്ലോ, കാരണം അത് 3/8 വലുതാണ്. അപ്പൊ നമ്മൾ 3/8 വെച്ച് നോക്കുന്നു. 3/8 7/9 എടുക്കുന്നു. ഇതേപോലെ ഗുണിക്കാം. 3 × 9 അല്ലെ. 3 × 9 എത്രയാ? 27. 7 × 8 7 × 8 എത്രയാ? 56. നമുക്ക് ഇതിൽ ഏതാ ചെറുത്? 27 ആണ് ചെറുത്. ദാറ്റ് മീൻസ് 3/8 ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഈ 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് 3/8 ആണ്. ഇങ്ങനെ ഡിഫറെന്റ് ന്യൂമറേറ്റേഴ്സും ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സും ആയിട്ട് വരുന്ന സംഖ്യകൾ എന്ത് കണ്ടുപിടിക്കാൻ? സ്മോളസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ലാർജസ്റ്റ് ആണെങ്കിൽ നമ്മൾ 4/7 5/9 എടുത്തേ 4/7 ആണ്. അപ്പൊ നമ്മൾ 5/9 അല്ല ഏറ്റവും വലുതെന്ന് കിട്ടും. 4/7 3/8 അടുത്തായിട്ട് കമ്പയർ ചെയ്യാം. ഇനിയിപ്പോ അതിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഉണ്ടാവുമല്ലോ, അതിനെയും 7/9 തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പോഴും നമുക്ക് കിട്ടും. അപ്പൊ വലുത് കണ്ടുപിടിക്കാനും ചെറുത് കണ്ടുപിടിക്കാനും ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി എന്ന് മനസ്സിലാക്കും. ഓക്കെ, ദിവസം എന്താ? 1/2 പ്ലസ് 2/3 മൈനസ് 1/4 മൈനസ് 5/6. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം? 2 3 4 6 ഇതിന്റെ LCM കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. 6 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 4ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ. അപ്പൊ പിന്നെ 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കി. ഏതാണ്? 12. 12 നമുക്കറിയാം 2ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും, 3ന്റെയും വരും, 4ന്റെയും വരും, 7ന്റെയും വരും. LCM എത്രയാ? 12 ആണ്. നമ്മുടെ പരിപാടി എന്താ? എല്ലാത്തിനെയും പ്രിന്റ് എടുക്കണം. ഇവിടെ 2 × 6 ഗുണിച്ചാലാണ് 12 ആവാം. അപ്പൊ അതേ 6 വെച്ച് മുകളിലും ഗുണിച്ചു. 3നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 12 ആവാം. അതേ 4 കൊണ്ട് മുകളിലും ഗുണിച്ചു. 4നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 12 ആവാം. അതേ 3 വെച്ച് നമ്മൾ ഗുണിച്ചു. 6നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 ആവാം. 5നെയും നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1 × 6 6/2, 2 × 6 12, 2 × 4 8, 3 × 4 12 മൈനസ് 1 × 3 3/3, 3 × 4 12 മൈനസ് 5 × 2 6 × 2 12. ഓക്കെ, ഇനി എല്ലാവർക്കും സെയിം ഡിനോമിനേറ്റർ ആയി അല്ലെ. ആ 12 തന്നെ നമ്മൾ താഴെ എഴുതി. എന്നിട്ട് മുഖത്ത് തമ്മിൽ 6, പിന്നെ അടുത്ത പ്ലസ് ആണ്, +8 -3 -10 അല്ലെ. കാരണം ഈ മൈനസ് വന്നതുകൊണ്ട് ഇവിടെ 2 ഭാഗത്തും മൈനസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. 6 8 എത്രയാ? 14. 14 3 പോയാൽ എത്രയാ? 11 അല്ലെ. 11 10 പോയാൽ എത്രയാ? 1. അപ്പൊ എത്രയായിരിക്കും ഫൈനൽ ആൻസർ? 1/12 ആയിരിക്കും ഇവിടുത്തെ ഫൈനൽ ആൻസർ ആയിട്ട്. ഓക്കെ അല്ലേ? The number 97651 is not divisible by which of the following numbers എന്നുള്ളതാണ് അല്ലെ. ഈ നമ്പറിനെ നമുക്ക് ഹരിക്കാൻ പറ്റാത്തൊരു നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് വി നോ ദാറ്റ് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. കാരണം 3 കിട്ടുമെന്നുള്ളത് നമ്മൾ എങ്ങനെ നോക്കുക? തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ലെ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയിൽ 3 പോവും. 5ന്റെ കേസ് എങ്ങനെ നോക്കുക? അവസാനത്തെ ഡിജിറ്റ് 5ഓ 0ഓ ആണെങ്കിൽ അതെന്തല്ല 5ഓ 0ഓ ആണെങ്കിലാണ് അത് 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരാം. ഇവിടെ 5ഓ 0ഓ അല്ല അവസാനത്തെ ഡിജിറ്റ് അല്ലെ.
പിന്നെ നമുക്ക് ഉറപ്പാണ് നോൺ ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ ഇത് ചെയ്തുകൊണ്ട് ഹരിക്കാൻ പറ്റാത്ത അനുസരിച്ചായിരിക്കും, വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇനിയോ മൂന്നിന്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കൂട്ടി? 9 7 16, 16 6 22, 22 5 27 1 28 2 30. 30 എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 12ന്റെ ആണോ എന്ന് എങ്ങനെ നോക്കാം? 3ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം, 4ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ. നമുക്കറിയാം ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ നോക്കുക? അവസാനത്തെ 2 ഡിജിറ്റുകൾ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു സംഖ്യയിൽ അവസാനത്തെ 2 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സംഖ്യ മുഴുവൻ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ 12 നമുക്കറിയാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഓട്ടോമാറ്റിക്കലി 976.12 എന്ന് പറയുന്ന നമ്പർ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോറി 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇത് 12ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതിന്റെ ആണോ നോക്കാൻ എന്താ വെച്ചാൽ അവസാനത്തെ 3 അക്കങ്ങൾ എന്തിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 8ൽ പോകുന്നുള്ളത് അറിയാം. 512 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബ് ആണ് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി 8ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 512 അല്ലെ. അതുകൊണ്ട് തന്നെ അത് ആ സംഖ്യ മുഴുവൻ 8ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ എണ്ണം അല്ലാത്ത 5ന്റെ ആണ് അല്ലാത്ത. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ വൈയുടെ വില കണ്ടുപിടിക്കണം. ഇവിടെ ഒരു സംഖ്യ ഉണ്ട്, അത് വൈ ആണ്. ആ വൈയുടെ വില കണ്ടുപിടിക്കണം. ഇത് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ എന്തായിരിക്കും അവിടെ വരിക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ നോക്കും എന്താണ് ഡിവിസിബിലിറ്റി ഓഫ് 9, എങ്ങനെയാണ് നമ്മൾ 9ന്റെ ഗുണിതമാണോ ഹരിക്കാൻ അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ മുഴുവൻ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. 3ന്റെ അതേപോലെ തന്നെ നമ്മൾ കൂട്ടി നോക്കുന്നു. 2 1 3, 3 3 6, 6 5 11, 11 2 13. അപ്പൊ ഈ 13 പ്ലസ് വൈ കൂട്ടുമ്പോ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ കിട്ടിയെന്ന് തോന്നും അല്ലെ. ഇത് എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം 13 കഴിഞ്ഞിട്ടുള്ള 9ന്റെ മൾട്ടിപ്പിൾ ഏതാ? 9 9 20 18 അല്ലെ. അപ്പൊ അങ്ങനെ 18 എന്നൊരു ആൻസർ കിട്ടണമെങ്കിൽ ആ വൈ എന്തായിരിക്കണം? 5 ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടുത്തെ വൈയുടെ വില എത്ര? 5 ആയിരിക്കും ഇവിടുത്തെ വൈയുടെ വില വരെ. സോ 6 കൂട്ടിയാൽ 19 കിട്ടും. അപ്പൊ അതെന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ ആവില്ല. 4 കൂട്ടിയാൽ 17 ആവും. അത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 3 കൂട്ടിയാൽ 16 ആവും. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും അവിടെ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലാർജസ്റ്റ് പോസിബിൾ ഡിജിറ്റ് ഏതായിരിക്കും അവിടെ വരാൻ സാധ്യതയുള്ളതെന്നാണ്. ലാർജസ്റ്റ് പോസിബിൾ ഡിജിറ്റ് ഇവിടെ ഒരു ഡേഷ്യം ഉണ്ട് അല്ലെ. എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അഥവാ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കണം. നമുക്കറിയാം ഡിവിസിബിലിറ്റി ഓഫ് 11 എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? ഒന്നുക വിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കും. ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ 6 3 9 9 9 8. ഓക്കെ, എന്നിട്ട് കൂട്ടാത്ത വെച്ചിരിക്കുന്ന അക്കങ്ങൾ നമ്മൾ കൂട്ടുന്നു. 0 പ്ലസ് ആ സാധനം നമുക്ക് അറിയില്ല, അതപ്പോ 0 എന്നുള്ള ലെവലിൽ ഇരിക്കുന്നു. എന്നിട്ട് 0 പ്ലസ് എന്തൊരു സാധനമാണോ നടക്കുന്നത്? 0 പ്ലസ് എക്സ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാം. 0 പ്ലസ് എക്സ് എന്നുള്ള ഒരു 11 ആയിട്ട് ഞാൻ എടുക്കുന്നു. 0 പ്ലസ് എക്സ് കൂട്ടുമ്പോൾ നമുക്ക് ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 0 എന്ന ആൻസർ കിട്ടണമെങ്കിൽ ഇത് 18 ആയിരിക്കണം അല്ലെ. 0 പ്ലസ് എക്സ് എന്തായിരിക്കണം? 18 ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില 18 ആയിരിക്കണം. നമുക്കറിയാം ഒരു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡിജിറ്റ് ആണല്ലോ വരിക. അപ്പൊ 18 എന്തായാലും വരാൻ വഴിയില്ല. പിന്നെ ഇവിടെ 11 കിട്ടണം. 11 കിട്ടണമെങ്കിൽ നമുക്കറിയാം 0 പ്ലസ് 7, 18 7 പോയാലാണ് നമുക്ക് 11 കിട്ടുക അല്ലെ. എക്സിന്റെ വില എന്തായിരിക്കണം? 7 ആണ് അവിടെ വരാൻ സാധ്യതയിൽ എക്സിന്റെ വില. അങ്ങനെ കൊടുക്കുമ്പോഴേ ഇവിടെ 18 മൈനസ് 0 പ്ലസ് 7 എത്ര വരും? 7 വരും. 18 മൈനസ് 7 11 എന്ന ആൻസർ കിട്ടുന്നു. ഓക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിത് ചെയ്ത് നോക്കൊന്നും വേണ്ട. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് ഇങ്ങനെ പോകുന്നു. എന്താണ് പ്രത്യേകത? എല്ലാം താഴെ 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്, അടുത്ത 2⁴ എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. 1/16 ഇങ്ങനെ പോകുന്ന സംഖ്യകളില് പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ വില എന്ന് പറയുന്നത് വേറൊന്നും നിങ്ങൾ നോക്കണ്ട. ഇറ്റ് ഈസ് 1/16. 1/16 ആയിരിക്കും ഇവിടുത്തെ എക്സിന്റെ വില എന്ന് പറയുന്നത്. വേറെ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ എത്രയായിരിക്കും? 1/16 ആയിരിക്കും. ഇപ്പൊ ഡേയ്സ് ആണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ 1/2 പ്ലസ് 1/4 പ്ലസ് ഇങ്ങനെ പോയിട്ട് 1/128 പ്ലസ് എക്സ് ഈക്വൽ ടു 1. എക്സിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഈ ലാസ്റ്റ് എക്സിന് തൊട്ട് മുമ്പിനായിട്ട് ചെയ്തിരിക്കുന്നു 1/128 ആയിരിക്കും അവിടുത്തെ ആൻസർ. ഈ താഴെ വരുന്ന എല്ലാം 2ന്റെ പവേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 2⁻1 ആദ്യം 2⁻1 ആയിട്ടുള്ള 2 എഴുതും, പിന്നെ 2⁻2 ആയിട്ടുള്ള 4 എഴുതും, ഡിനോമിനേറ്റർ ആയിട്ട് പിന്നെ 2⁻3 ആയിട്ടുള്ള 8 എഴുതും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളില് പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുകയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ആ ലാസ്റ്റ് എക്സിന് തൊട്ട് മുമ്പിലായിട്ട് എഴുതിയിരിക്കുന്നു 1/2 എത്രയാണോ ആ വാല്യൂ ആയിരിക്കും അവിടുത്തെ ആൻസർ ആയിട്ട്. ഓക്കെ അല്ലേ. ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണം എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ.
അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ 1 2 3 4 ഉണ്ട്, 2 4 3 1 ഉണ്ട്, 1 2 4 3 ഉണ്ട്, 2 4 1 3 ഉണ്ട് അല്ലെ. സെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 6/7 1/3 7/9 3/8 ഉണ്ട്. ഇതില് 6/7 1/3 ഏറ്റവും ചെറുത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ചെറുതാണല്ലോ ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അപ്പൊ 6 × 3 18 കിട്ടും, 7 × 1 7 കിട്ടും. ഏതാണ് ചെറുത്? 1/3 ഈ ചെറുത്. 1/3 7/9 നമ്മൾ കമ്പയർ ചെയ്തേ. 1/3 7/9 1/3 7/9 പറയുമ്പോൾ 9 7 21 നേരത്തെ ചെയ്ത ഇതിനനുസരിച്ച് വീണ്ടും 1/3 തന്നെയാണ് ചെറുത്. 1/3 3/8 നമ്മൾ കമ്പയർ ചെയ്യുന്നു. 1/3 3 ഓക്കെ, അപ്പോ എത്രയാണ്? 1 8 3 9 ഓക്കെ, ഇത് തന്നെയാണ് ഏറ്റവും ചെറുത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1/3 ആണ് ഇവിടുത്തെ ഏറ്റവും ചെറുത് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഏറ്റവും ചെറുത് വലുതിലേക്കാണല്ലോ അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ വരാം. അപ്പൊ ഏറ്റവും ചെറുതായിട്ടുള്ള 2 ആണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പൊ എന്തായാലും 1 2 3 4 അല്ല, അതുപോലെ 1 2 4 3 അല്ല, ക്ലിയർ ആണ്. 2 4 3 1 അല്ലെങ്കിൽ 2 4 1 3 ഇതാണുള്ള ഓപ്ഷൻ. നമുക്കറിയാം 2 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2 വരുന്നിരിക്കുന്നത് 4 ആണ്. അപ്പൊ ഇനി അടുത്ത് എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി വരിക? 1/3 കഴിഞ്ഞാൽ നാലാമത്തെ സംഖ്യയായിട്ടുള്ള 3/8 ആണ് എന്നുള്ളത് 2 ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഈ 3 1 ഏതാണ് ചെറുത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 3 1 എന്ന് പറയുമ്പോൾ 6/7 7/9. അപ്പൊ 6/7 7/9 നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിച്ചാൽ 9 6 54 അല്ലെ, 7 49 ഏതാണ് ചെറുത്? 7 49 കിട്ടിയിട്ട് 7/9 ആയിരിക്കും അവിടുത്തെ ചെറുത്. 7/9 എന്ന് പറയുമ്പോൾ ഏതാണ്? മൂന്നാമത്തെ ആണ്. ഏതൊക്കെയാ വരുന്ന? ആദ്യം 2, പിന്നെ 4, പിന്നെ 3 ആണ്. 2 4 3 എന്നുള്ള ലെവലിലാണ് വരും. 2 4 3 1 ആയിരിക്കും ഇവിടുത്തെ അസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാലോ. ഓക്കെ ആണല്ലോ. ഏറ്റവും ചെറുത് ആദ്യം കണ്ടുപിടിക്കുന്നു. പിന്നെ അതുപോലെ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ 2 4 3 1 2 4 1 3 ഇത് ഏതൊരു ഓപ്ഷൻ ആണെന്ന് ക്ലിയർ ആണ്. അപ്പൊ അതില് 2 കഴിഞ്ഞാൽ പിന്നെ 4 ആയിരിക്കും വരിക എന്നുള്ള ഉറപ്പാണ്. പിന്നെ നമ്മളത് നോക്കണം. പിന്നെ കണ്ടുപിടിച്ചാൽ മതി 3 1 വരുമോ 1 3 വരുമോ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. 1 3 വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസെൻഡിങ് ഓർഡർ വരും. തിരിച്ച് ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ വലുത് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് കുട്ടി രണ്ടറാക്കി കണ്ടുപിടിച്ച് അങ്ങനെ വരിക എന്നുള്ളതാണ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും ചോദ്യങ്ങളായിരുന്നു പ്രാവശ്യം ഉണ്ടായിരുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏറ്റവും ബേസിക്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതില് ഈ വലുതേത് ചെറുതേത്, അതുപോലെ തന്നെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഓർത്തു വെച്ചു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച 3ാമത്തെ ടെസ്റ്റ് പേപ്പർ അതിന്റെ ആൻസർ കീ ആയിട്ട് കണ്ടുപോകും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.